നമസ്കാരം. ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്ന ഒരു നാടൻ ചമ്മന്തിയാണ്. നാടൻ തേങ്ങ കൊണ്ട് നമുക്കൊരു ചുട്ടരച്ച തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത തേങ്ങയാണ്. അതോടൊപ്പം നമ്മളൊരു 7 അല്ലി വെളുത്തുള്ളി, ഒരു 8 വത്തൽമുളക്, ഒരു 12 കഷ്ണം ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. 2 ഇതള കറിവേപ്പില, ഒരു 20 ഗ്രാം വാളൻപുളിയും നമ്മൾ എടുത്തിട്ടുണ്ട്. തേങ്ങ ചുട്ട ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചുട്ടെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ കനലിന്റെ അഭാവത്തിൽ നമ്മൾ ഗ്യാസിലാണ് ചെയ്യുന്നത്. നിങ്ങൾ വീടുകളിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ സൗകര്യം അനുസരിച്ച് കനലിൽ ചുട്ടെടുത്താണെങ്കിലും ചെയ്യാവുന്നതാണ്. അതാണ് ഒന്നുകൂടി അസാധ്യമായ ഒരു രുചി കിട്ടുന്നത്. ഗ്യാസിൽ ചുട്ടെടുക്കുന്നതിനായിട്ട് നമുക്ക് ഇതൊരു കമ്പിയിൽ കോർത്തെടുക്കേണ്ടതുണ്ട്. ചുട്ടെടുക്കാനുള്ള എളുപ്പത്തിനു കൂടി വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. തേങ്ങ നമ്മൾ കമ്പിയിൽ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതീയിൽ ചുട്ടെടുക്കാം. നല്ല ഉണങ്ങിയ തേങ്ങയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നത്. തേങ്ങ ചൂടാകും തോറും അതിൻ്റെ ഉള്ളിലെ എണ്ണയുടെ അംശം പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തീ പിടിക്കുന്നത്. നമ്മൾ വീടുകളിൽ ഇത് തയ്യാറാക്കുമ്പോൾ ജലാംശം ഇല്ലാത്ത തേങ്ങ നോക്കിയെടുക്കണം. നന്നായിട്ട് മൂത്ത് ഏകദേശം ഒന്ന് നന്നായിട്ട് ഉണങ്ങിയ ഒരു തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ തേങ്ങ നമ്മൾ പാകത്തിന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. കരിഞ്ഞ ഭാഗങ്ങൾ അതും കൂടി നമുക്ക് ചെറുതായിട്ട് മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ വത്തലമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. നമുക്കിനി വെളുത്തുള്ളിയും ചെറിയുള്ളിയും വത്തൽമുളകും എല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമ്മുടെ ചുട്ടെടുത്ത തേങ്ങ സൈഡ് അല്പം കരിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ചിരണ്ടി കളഞ്ഞിട്ട് വൃത്തിയായി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചുട്ടത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ചെറിയുള്ളി, ഇനി നമ്മുടെ വത്തലമുളക് നമുക്ക് ഒരു 2 ഇതള്
കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വാളൻപുളി. അടുത്തതായി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. അടുത്തത് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചേരുവകളെല്ലാം നമുക്ക് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് ക്രഷായി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചുട്ട തേങ്ങ ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. നമ്മുടെ തേങ്ങ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി ചെയ്തെടുക്കാം. നമ്മുടെ ചമ്മന്തി ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയുടെ മണം ഒന്ന് വേറെ ലെവലാണ്. നമ്മളിന്ന് തയ്യാറാക്കിയ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ബാല്യകാലത്ത് ചെറുപ്പകാലത്തേക്കൊക്കെ നമ്മൾ കടന്നു പോകുന്ന ഒരു ഓർമ്മയാണ് ഈ ചമ്മന്തിയുടെ മണത്തിലൂടെ നമ്മൾ ആസ്വദിച്ചത്. തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യണം. വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.